നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം ഭാഗം 15. ഓം ഗം ഗണപതയേ നമ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഭാഗവത മാഹാത്മ്യം അധ്യായം 1 54-ാമത്തെ ശ്ലോകമാണ് പറയേണ്ടത്. 53-ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം വരെ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നാരദാവാച, നാരദർ പറയുന്നു. ശ്ലോകം 54 ശ്രദ്ധിക്കുക. ജ്ഞാനേന ആത്മനി പശ്യാമി സർവമേതത്തവാനഘേ ന വിഷാദസ്ത്വയാ കാര്യോ ഹരി ശം തേ കരിഷ്യതി. ജ്ഞാനേന ആത്മനി പശ്യാമി സർവമേതത്തവാനഘേ ന വിഷാദസ്ത്വയാ കാര്യോ ഹരിശം തേ കരിഷ്യതി. ഇതിൻ്റെ വാക്കാർത്ഥം അനഘേ എന്ന് പറഞ്ഞാൽ പാപരഹിതേ. അഘം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാപം എന്നാണ്. അപ്പോൾ അതിൽ ന അഘം എന്ന് അങ്ങനെയല്ല, അനഘ. അപ്പോൾ നടുവിൽ ആ നകാരം വന്നു, നോ എന്നുള്ളതിൻ്റെ. അപ്പോൾ അനഘേ എന്ന് പറഞ്ഞാൽ പാപരഹിതേ. വിഷാദ ദുഃഖം. ത്വയാ നിന്നാൽ, ത്വയാ നിന്നാൽ, ന കാര്യ ചെയ്യത്തക്കതല്ല എന്ന് പറഞ്ഞാൽ ദുഃഖിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് പറഞ്ഞതിൻ്റെ താല്പര്യം. ഹരി ദുഃഖങ്ങളെ തീർക്കുന്ന മഹാവിഷ്ണു. ഹരി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഹരി എന്ന് പറഞ്ഞാൽ ദുഃഖങ്ങളെ തീർക്കുന്ന മഹാവിഷ്ണു. ഹരേ എന്ന് പറഞ്ഞാലും ഹരേ കൃഷ്ണ, ദുഃഖങ്ങൾ തീർക്കുന്ന ഭഗവാനെ കൃഷ്ണ. അതുകൊണ്ടാണ് കലിസന്ധരണ ഉപനിഷത്തിൽ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എല്ലാം ഭഗവൻ നാമങ്ങളാണ്. അതാണ് കലിസന്ധരണ ഉപനിഷത്തിന് ആയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. അത് നമ്മൾ മറക്കാനും പാടില്ല. അപ്പോൾ ഇവിടെ വിഷാദ ദുഃഖം ത്വയാ നിന്നാൽ ന കാര്യ ചെയ്യത്തക്കതല്ല. ഹരി ദുഃഖങ്ങളെ തീർക്കുന്ന മഹാവിഷ്ണു. തേ നിനക്ക് ശം കരിഷ്യതി സുഖത്തെ ഉണ്ടാക്കും. നീ എന്തിനാണ് ദുഃഖിക്കണത്? ദുഃഖിക്കാൻ പാടില്ല. പാപങ്ങളെ നിർമ്മാർജ്ജനം ചെയ്യുന്ന ഹരി നമുക്ക് നിൻ്റെ ദുഃഖങ്ങളെ ഇല്ലായ്മ ചെയ്ത് നമുക്ക് ആനന്ദം പ്രദാനം ചെയ്യും. ഇതാണ് അതിൻ്റെ ഭാവാർത്ഥം വരിക. അപ്പോൾ അവിടെ പറയണത് എന്താ? കാരുണ്യത്താൽ തൻ്റെ സാധുഭാവത്തെ പ്രകാശിപ്പിച്ചും കൊണ്ട്. ആര്? നാരദരെ സാധുഭാവം എന്ന് പറഞ്ഞാൽ എന്താ? എനിക്ക് ജ്ഞാനമുണ്ട്, ജ്ഞാനസ്വരൂപനാവുന്ന ഭഗവാനാണ് എൻ്റെ ഉള്ളിലുള്ളത്. അറിവാണ് ഭഗവാൻ, പ്രേമസ്വരൂപനാണ്, കാരുണ്യമൂർത്തിയാണ്, പിന്നെ ദീനവത്സലനാണ്, ദീനരിൽ വാത്സല്യമുള്ളവനാണ്, സർവജീവ ഗുഹാശയനാണ്, സർവവ്യാപിയാണ്. ഇതൊക്കെ മനസ്സിലാക്കിയാൽ രക്ഷപ്പെടാം. അപ്പോൾ കാരുണ്യത്താൽ തൻ്റെ സാധുഭാവത്തെ പ്രകാശിപ്പിച്ചും കൊണ്ട് നാരദർ പറഞ്ഞു. അപ്പം ഞാൻ സാധു ആണെന്നല്ലല്ലോ അദ്ദേഹം പറഞ്ഞത്. ആ സാധു എന്നുള്ളതിൻ്റെ ഗുണത്തെ പ്രകാശിപ്പിച്ചു. അല്ലാണ്ട് ഞാൻ വലിയ ആളാണെന്ന് പറയില്ല. എൻ്റെ കർമ്മത്തിലാണ് ഞാൻ എൻ്റെ വലുപ്പം ഞാൻ കാണിക്കേണ്ടത്. എൻ്റെ വലുപ്പം എന്താ? ഭാഗവത ഭക്തദാസൻ. അപ്പോൾ ഭാഗവത ഭക്തന്മാരായിട്ടുള്ള നിങ്ങളോട് എനിക്ക് ദാസ്യമുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങളെ ശുശ്രൂഷിക്കുക, നിങ്ങൾക്ക് അറിവും ബോധവും തന്ന് നിങ്ങളെ അപ്രൈറ്റായിട്ട് നിർത്താൻ സഹായിക്കുക. അതൊരു നിയോഗമാണ് എൻ്റെ. അതുകൊണ്ടാണ് പറഞ്ഞത്, നാരദ എന്താ പറഞ്ഞത്? ഹേ പരിശുദ്ധേ. ആരേനെയാ പറഞ്ഞത്? ഭക്തിനെ. ഭക്തി ഉണ്ടെങ്കിൽ പരിശുദ്ധിയായി. അപ്പോൾ പരിശുദ്ധി ഇല്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഭക്തി ഇല്ല എന്നർത്ഥം. കപടഭക്തിയാവും. അപ്പോൾ സംശുദ്ധമായ ഭക്തി. ഹേ പരിശുദ്ധേ, നിൻ്റെ ദുർബലത്വം. ഇപ്പം നിൻ്റെ എന്താ ദുർബലത്വം? ജഡരത്വം.
ജര വന്ന് ബാധിച്ചിട്ടുണ്ട്. പ്രായമായി തോന്നും നിൻ്റെ മക്കൾക്ക് അല്ലേ, അത് മാറ്റിത്തരാം. അപ്പം നിൻ്റെ ദുർബലത്വം, ജഡത്വം, വൈപരീത്യം എന്നിവയാലുള്ള ദുഃഖത്തെയെല്ലാം എൻ്റെ ജ്ഞാനത്താൽ ഞാൻ അറിയുന്നു. നീ പറയേണ്ട ആവശ്യമില്ല. മുഖലക്ഷണം നോക്കിയിട്ട് പറയാം ഒരാളുടെ അവസ്ഥ എന്താണെന്നുള്ളത്. കാരണം മുഖം മനസ്സിൻ്റെ കണ്ണാടി. മനസ്സിൽ ഈശ്വരീയതുണ്ടെങ്കിൽ മുഖത്ത് അത് സ്പഷ്ടമായിട്ട് കാണും. ഓറ, AURA. ഒരാളുടെ ഇപ്പോൾ എനിക്ക് ഓറയില്ല, അതുകൊണ്ട് ഞാൻ മരം കൊണ്ടൊന്നും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് മാത്രം. നേരെ മറിച്ച് ഇദ്ദേഹത്തിന്, എൻ്റെ ഗുരുനാഥന് ഓറയുണ്ട്. അതായത് കാണുമ്പോൾ തന്നെ ഒരു ഡിവൈൻ ക്വാളിറ്റി. അതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞു വന്നത് എന്താ ദുർബലത്വം? ജഡരത്വം അല്ല, ഞാൻ തെറ്റി പറഞ്ഞു. ജഡത്വം. അപ്പോൾ അദ്ദേഹത്തിനെ നോക്കിയപ്പോൾ എൻ്റെ മിസ്റ്റേക്ക് എനിക്ക് മനസ്സിലായി. അദ്ദേഹത്തിന് നോക്കണതിന് മുമ്പ് ഞാൻ തെറ്റി പറഞ്ഞു, ജഡരത്വം എന്ന് പറഞ്ഞു. അങ്ങനല്ല, ജഡത്വം, വൈപരീത്യം എന്നിവയാലുള്ള ദുഃഖത്തെയെല്ലാം എൻ്റെ ജ്ഞാനത്താൽ ഞാൻ അറിയുന്നു. നീ ക്ലേശിക്കേണ്ട. അതാണ് നമുക്കൊരാളോട് പറയാൻ സാധിക്കണം. താൻ വിഷമിക്കേണ്ട, താൻ വിഷമിക്കരുത്, താൻ ക്ലേശിക്കേണ്ട. സർവ ദുഃഖങ്ങളെയും സംഹരിക്കുന്നത് കൊണ്ട് ലഭിച്ചിരിക്കുന്ന ഹരി എന്നുള്ള പേരിനെ അർത്ഥവത്താക്കുവാൻ സർവദാ സമർത്ഥനായിരിക്കുന്ന ശ്രീ വിഷ്ണു ഭഗവാൻ നനക്ക് സൗഖ്യത്തെ ജനിപ്പിക്കും എന്ന് നാരദർ തുറന്നടിച്ചു പറഞ്ഞു. ഇത് തന്നെയാണ് എനിക്ക് നിങ്ങളോടും പറയാനുള്ളത്. ഏത്? നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയഗഹ്വരത്തിൽ വർത്തിക്കുന്ന ബ്രഹ്മതേജസ്, അതിനെയാണ് നമ്മൾ ശിവൻ, വിഷ്ണു, നാരായണൻ എന്നൊക്കെ പറഞ്ഞത്. ആ തേജസ് നാം അനവരതം ചെയ്തു കൂട്ടിയിട്ടുള്ള പാപപങ്കിലമായ അവസ്ഥകളെ നിർമ്മാർജ്ജനം ചെയ്യും. കാരണം എന്താ? ഭക്തി ഉണ്ടായാൽ മതി. അപ്പോൾ ഭഗവാൻ എന്താ പറയണത്? ഞാൻ സ്വതന്ത്രനല്ല, ഞാൻ എൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹാഭിലാഷങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ ആ നാരദ ഉവാചൻ്റെ അർത്ഥം കഴിഞ്ഞു കേട്ടോ. അപ്പോൾ സൂത ഉവാച, സൂതൻ പറഞ്ഞു, ഒരൊറ്റ ശ്ലോകേ ഉള്ളൂ. ക്ഷണമാത്രേണ തജ്ഞാത്വാ വാക്യമൂജേ മുനീശ്വര. അപ്പോൾ ഭക്തിയും നാരദനും കൂടി ഇന്നതാണ് സംസാരിക്കണത് എന്നുള്ളത് സൂതൻ ശൗനകാദികളോട് പറയാണ്. അതാണ് സൂത ഉവാച. ക്ഷണമാത്രേണ, പെട്ടെന്ന്, ഒരു ഞൊടി ഇടയ്ക്കുള്ളിൽ, തജ്ഞാത്വ, ആ അറിവ്, വാക്യമൂജേ മുനീശ്വര, അവരുടെ വൈഷമ്യങ്ങളൊക്കെ അറിഞ്ഞ് പറഞ്ഞു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ക്ഷണമാത്രത്താൽ ദുഃഖകാരണം പറഞ്ഞ് മുനീശ്വരൻ പറഞ്ഞു. എന്താ പറഞ്ഞത്? നാരദ ഉവാച ശൃണു ശ്വാ അവഹിത ബാലേ യുഗോ അയം ദാരുണ കലി. അത്രയേ ഉള്ളൂ. എന്താ പറഞ്ഞത്? ശൃണുഷ്വാ വഹിത ബാലേ യുഗോയം ദാരുണ കലി തേന ലുപ്ത സദാചാരോ യോഗമാർഗസ്തപാംസി ച ജനാ അദ്യാസുരായന്തേ ഷാഢ്യദുഷ്കർമ്മകാരിണാം. അപ്പോൾ ഇവിടെ എനിക്ക് തോന്നുന്നത് ഒരു ശ്ലോകത്തിൻ്റെ എന്താണെന്ന് പറയുക, നമ്പർ ഇട്ടിരുന്ന് കുറച്ച് തെറ്റിയിട്ടുണ്ട് ഈ പുസ്തകത്തിൽ. അത് സാരമില്ല, അതിലേക്ക് നമ്മൾ പോകണ്ട. ഞാനിത് പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ നാളെ ഈ പുസ്തകം വാങ്ങി വായിക്കുമ്പോൾ പറയും പട്ടാമ്പി എന്തൊക്കെയോ പറഞ്ഞു. അങ്ങനെ വരാൻ പാടില്ല. അപ്പോൾ ഞാൻ കണ്ടത് ഞാൻ പറയണം. അപ്പോൾ അവിടെ ശൃണുഷ്വാവഹിത ബാലേ യുഗോയം ദാരുണ കലി, പിന്നെയാണ് 56 ഇട്ടിട്ട് പിന്നെ അതെ. അപ്പോൾ എനിക്ക് തോന്നണത് ഈ സൂത ഉവാച എന്നുള്ളതിൽ ഒരു വരിയേ ഉള്ളൂ. അത് ചിലപ്പോൾ ശൃണുഷ്വാവഹിത ബാലേ യുഗോയം ദാരുണ കലി എന്നുണ്ടാവാം. പക്ഷെ നമ്മൾക്കിപ്പോൾ ഇതിലുള്ള പ്രിൻറ്റിങ് മിസ്റ്റേക്കിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ഞാൻ പറയുന്ന ആൾക്കാരുടെ പേരിന് നമ്മൾ ഇംഗ്ലീഷിൽ നൗൺസ് എന്ന് പറയും, നാമങ്ങൾ ഉച്ചരിക്കണതിൽ മിസ്റ്റേക്ക് ഉണ്ടായാൽ കുഴപ്പമില്ല.
അല്ലെങ്കിൽ ഒരു കാര്യം ആര് ചെയ്തു അതിൽ തെറ്റ് പറഞ്ഞാലും നമുക്കില്ല. നമ്മൾക്ക് എന്താ വേണ്ടു, തെറ്റ് ഏതാ ശരി ഏതാണെന്ന് അറിയണം. അതിന് ഞാൻ നിങ്ങളെ സഹായിക്കാം. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്, തേനലുപ്ത സദാചാരോ യോഗമാർഗസ്തവാംസിജ ജന അദ്യാസുരായന്തേ ഷാഢ്യാ ദുഷ്കർമ്മകാരിണ. ഷാഢ്യാ ദുഷ്കർമ്മകാരിണ, ദുഷ്കർമ്മമായ കാര്യങ്ങൾ ചെയ്യാൻ ഷാഢ്യം പിടിക്കാൻ പാടില്ല എന്ന്. പിന്നെ ഒരു ശ്ലോകം കൂടിയും പറയണു, 57. എന്താ, ഇഹ സന്തോ വിഷീദന്തി പ്രഹിഷ്യന്തി ഹ്യസാധവാം ദത്തേ ധൈര്യം തു യോ ധീമാൻ സധീര പണ്ഡിതോ അഥവാ എന്നാണ്, പണ്ഡിതോ അഥവാ എന്നാണ്. അപ്പോൾ നാരദൻ പറഞ്ഞു, വാക്കാർത്ഥം ഇല്ല കേട്ടോ, ഭാവാർത്ഥമേ ഉള്ളൂ. ഹേ ബാലേ, ആരോടാ പറഞ്ഞത്, ഭക്തിയോടെ, മനസ്സിരുത്തി കേൾക്കുക. അത് എപ്പോഴും വരും. എന്താ, മനസ്സിരുത്തി കേൾക്കുക. ഈ യുഗം മഹാഭയം ജനിപ്പിക്കുന്ന കലിയാകുന്നു. കലിയുടെ സ്വഭാവം ഭയം ഉണ്ടാക്കുക എന്നുള്ളതാണ്. പക്ഷേ പുരാണങ്ങളും ഇതിഹാസങ്ങളും പഠിക്കുക എന്നുള്ളത് ഭയത്തിൽ നിന്ന് രക്ഷ നേടലാണ്. അപ്പോൾ ഈ ഉപനിഷത്തിൽ ഒരു ഗുരുനാഥനോട് ഒരു ശിഷ്യൻ ചോദിക്കുന്നുണ്ട്, എന്താ ഇതൊക്കെ പഠിച്ചതിൻ്റെ ഉദ്ദേശം എന്താ, പഠിപ്പിക്കണതിൻ്റെ ഉദ്ദേശം എന്താ, പഠിച്ചാൽ എന്താ ഉണ്ടാവുക? നിർഭയത്വം. ഒറ്റ വാക്കേ ഉള്ളൂ, ഭയരഹിതമായിട്ട് ജീവിക്കാം. ആ ഭയരഹിതം എന്നുള്ളത് ഭവസാഗരങ്ങളെ കെട്ടിക്കൊണ്ട് നാളെ എനിക്ക് എന്ത് പറ്റും, അങ്ങനെ ഒന്നും പറ്റില്ല, ഭഗവാൻ ഒപ്പമുണ്ട്, ഞാൻ ചെയ്ത കർമ്മഫലം, നിഷ്കാമ കർമ്മഫലം എന്നെ വലക്കില്ല എന്നൊരു ബോധം നമ്മൾക്ക് ജനറേറ്റ് ചെയ്താൽ നമ്മൾ രക്ഷപ്പെട്ടു. ഈ നിഷ്കാമകർമ്മം എന്ന് പറഞ്ഞാൽ അവരവർക്കായിട്ട് ജീവിക്കാതെ കണ്ട് മറ്റുള്ളവർക്ക്. അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യക്ഷ ഉദാഹരണമാണ് അമ്മ. അമ്മ എന്നുള്ള 2 അക്ഷരം അമ്മയായിക്കഴിഞ്ഞാൽ ആ സന്താനങ്ങൾക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ തൻ്റെ പതിയായിരിക്കുന്ന പരമേശ്വരൻ രൂപത്തിൽ പതിയെ കാണണം, ഭർത്താവിനെ കാണണം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവരവർക്ക് വേണ്ടി ജീവിക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചാൽ നമുക്ക് നല്ലൊരു നാളെ there will be a silver line in the horizon. നമ്മൾക്കായിട്ട് ഒരു എന്താണെന്നാ പറയുക, എന്ത് കണ്ടു എന്നാ പറയുക, ഈ മഴക്കാലമൊക്കെ വരുമ്പോൾ ആകാശത്ത് സപ്തവർണ്ണങ്ങളെ പോലെ മഴവില്ല് കണ്ടൂല്ലേ, മഴവില്ല്. അപ്പോൾ നമ്മൾക്കൊരു മഴവില്ല്, ഒരു സിൽവർ ലൈൻ, ഒരു വെള്ളിരേഖ വേണം. അതാണ് ഈശ്വരപ്രാപ്തി എന്ന് പറഞ്ഞത്. അപ്പോൾ പറഞ്ഞു, മനസ്സിരുത്തി കേൾക്കുക, ഈ യുഗം മഹാഭയം ജനിപ്പിക്കുന്ന കലിയാകുന്നു. ആ കലിയുടെ പ്രഭാവം നിമിത്തം സദാചാരവും യോഗമാർഗവും തപസ്സുകളും നശിച്ചുപോയി. അത് വിചാരിച്ചിട്ട് നമ്മൾ മിണ്ടാണ്ടിരിക്കാൻ പാടോ? ഇല്ല. നമ്മൾക്കതിനെ പുനരുദ്ധരിക്കാൻ സാധിക്കണം. നമുക്കെന്ന് പറഞ്ഞാൽ വ്യക്തിപരമായിട്ട് നമ്മളതിനെ ഉദ്ധരിക്കണം. അതായത് സദാചാരം തൽപരന്മാരാവണം, യോഗമാർഗത്തിൽ നമ്മൾ ഇരിക്കണം, തപസ് ചെയ്യണം. തപസ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരീരത്തിനെ തപിപ്പിച്ചുകൊണ്ട് എന്ത് ചെയ്യണം, സ്വാത്വിക ഗുണത്തെ നിലനിർത്തി രജോ ഗുണത്തിനെയും തമോ ഗുണത്തിനെയും ഇല്ലായ്മ ചെയ്യണം. അതാണ് തപസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ജനങ്ങൾ ഇക്കാലത്തിൽ വഞ്ചനകളും ദോഷകർമ്മങ്ങളും ചെയ്യുന്നവരായിരിക്കയാൽ അസുരന്മാരോട് തുല്യന്മാരാകുന്നു. അപ്പം വഞ്ചന ചെയ്യുക, ദോഷകർമ്മങ്ങൾ ചെയ്യുക, മറ്റുള്ളവർ നശിക്കട്ടെ എന്ന് വിചാരിച്ച് ചെയ്യുന്നതൊക്കെ ദോഷകർമ്മങ്ങളാണ്. മനസ്സിൽ സങ്കല്പിച്ചാൽ മതി. ആരറിയും മനസ്സിൽ സങ്കല്പിച്ചാൽ? സങ്കല്പിച്ച ആളുടെ മനസ്സിലുള്ള ചൈതന്യം അറിയും. നമ്മളെന്താ വിചാരിച്ചത്? ഈശ്വരൻ 3-4 പൂട്ടിയിട്ടുള്ള ശ്രീലകത്തിലല്ലേ? അല്ല. ഞാനും നിങ്ങളും ചെയ്യുന്ന നല്ല പ്രവർത്തികൾക്കും ചീത്ത പ്രവർത്തികൾക്കും സാക്ഷി സൂര്യനാണ്, ചന്ദ്രനാണ്, അഗ്നിയാണ്, ആകാശമാണ്, കാറ്റാണ്, അഗ്നിയാണ്, ജലമാണ്, ഭൂമിയാണ്, പഞ്ചഭൂതങ്ങൾ, പിന്നെ അവരെ നിയന്ത്രിക്കുന്ന ചൈതന്യങ്ങൾ. അതുകൊണ്ട് നമ്മൾ ചെയ്യണത് അറിയാണ്ട് പോകുമെന്ന് വിചാരിക്കരുത്. നമ്മൾ എന്ത് സങ്കല്പിച്ചു അതുകൂടി ഭഗവാൻ അറിയും. കാരണം ഭഗവാൻ നമ്മുടെ ഉള്ളിലാണ് ഇരിക്കുന്നത്. ഇതറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു ട്രാൻസ്ഫോർമേഷൻ വരണം.
അത് ഇതുവരെ അപക്വമതികളാണെങ്കിൽ പക്വമതികളായിട്ട് തീരണം. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്? സജ്ജനങ്ങൾ ദുഃഖിക്കുകയും ദുർജനങ്ങൾ സന്തോഷിക്കുകയും ചെയ്യുന്ന കാലമാണിത്. യാതൊരു ബുദ്ധിമാൻ വിചാരശക്തിയാൽ ധൈര്യത്തെ അവലംബിച്ചിരിക്കുന്നുവോ, ധൈര്യത്തെ, അതായത് പുരാണങ്ങളും ഇതിഹാസങ്ങളൊക്കെ പഠിച്ച് നിർഭയത്വത്തിൽ ഇരിക്കണേനാണ് ധൈര്യത്തെ അവലംബിച്ച്. അപ്പോൾ ധൈര്യം ആദ്യം ഉണ്ടാവില്ല. എപ്പോഴാണ് ധൈര്യം വരിക? ഏത് കാര്യത്തിലും ധൈര്യം എപ്പോഴാണ് വരിക? അതിൻ്റെ നിജാവസ്ഥ അറിയുമ്പോൾ, സത്യത്തിനെ ഉൾക്കൊള്ളുമ്പോൾ. അപ്പോൾ ധൈര്യത്തെ അവലംബിച്ചിരിക്കുന്നവോ അവനെ മാത്രം ധീരനെന്നോ പണ്ഡിതനെന്നോ പറയാം. മസിലുള്ളവനെല്ലാം ധീരനല്ല. ഈശ്വരനീതി, ഈശ്വരഹിതം, ഈശ്വരേച്ഛ അറിഞ്ഞ് പ്രവർത്തിക്കുന്നവനാണ് ധീരൻ അല്ലെങ്കിൽ പണ്ഡിതൻ എന്ന് പറയാം. പണ്ഡിതനായിട്ട് കാര്യമില്ല, പാണ്ഡിത്യം മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കണം, അതാണ് ഭക്തി. അപ്പോൾ 56, 57 കഴിഞ്ഞു. ഇനി 58ാമത്തെ ശ്ലോകം എന്താ പറഞ്ഞത്? അസ്പൃശ്യ അനവലോക്യേയം, അവലോക്യേയം എന്നല്ല, അനവലോക്യേയം ശേഷഭാരഗരീധര വർഷേ വർഷേ ക്രമാജാത മംഗളം ന അഭിദൃശ്യതേ. മംഗളം ഇപ്പോൾ കാണാനില്ല. കല്യാണം ഭവതു എന്ന് പറഞ്ഞാൽ മംഗളം ഭവിക്കട്ടെ എന്നാ. മംഗളകരമായിട്ട് ആരും കാണാനില്ല. കാരണം മനസ്സിൽ സങ്കല്പം മംഗളായാൽ നമുക്കത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ മറ്റുള്ളവൻ്റെ കുതികാല് വട്ടണമെന്ന് വിചാരിച്ചാൽ അത് മംഗളല്ല, അത് അമംഗളാണ്. അസ്പൃശ്യ അനവലോക്യേയം ശേഷഭാരഗരീധര വർഷേ വർഷേ ക്രമാജാത മംഗളം ന അഭിദൃശ്യതേ. അപ്പം എന്താ പറഞ്ഞത്? അസ്പൃശ്യ, സ്പർശിക്കാൻ അയോഗ്യ. നീയെ, അതായത് ഭക്തിയോട് പറയാണ്, ഹേ ഭക്തി, നീയെ സ്പർശിക്കാൻ അയോഗ്യ. അനവലോക്യ, അവലോക്യ എന്നല്ല, അനവലോക്യ, അവലോകനം ചെയ്യുവാൻ യോഗ്യയാണ്. നമുക്ക് കുറച്ച് കാര്യം പറഞ്ഞാൽ മതി. ശേഷഭാരകരി, ആദിശേഷന് ഭാരമായിരിക്കുന്ന എന്നാണ് ശേഷഭാരകർ. ശേഷൻ ആരാണ്? ആദിശേഷന് ഭാരമായിരിക്കുന്ന ധര. ധര എന്ന് പറഞ്ഞാൽ ഭൂമി. ധര വർഷേ വർഷേ, വർഷം തോറും ക്രമാൽ ജാത, ക്രമത്തിൽ ജാതയായി. മംഗളം, കല്യാണം, ന ദൃശ്യതേ, ദർശിക്കപ്പെടുന്നില്ല. ദൃശ്യത എന്ന് പറഞ്ഞാൽ ദർശിക്കപ്പെടുന്നുണ്ട്, ന ദൃശ്യത അറിയപ്പെടുന്നില്ല. അപ്പോൾ അതിൻ്റെ അവലോകനം പറയണോ, ഭാവാർത്ഥം പറഞ്ഞോ? ഈ ഭൂമി പ്രതിവർഷം ക്രമത്തിൽ തൊടുവാനും കാണാനും കൊള്ളരുതാത്ത വിധത്തിൽ ദുഷിച്ചു വരുന്നതിനാൽ, പ്രജകൾ ദുഷിച്ചാൽ അത് ഭൂമിയെ ബാധിക്കും, ലോകരെ ബാധിക്കും. അപ്പോൾ ഈ ഭൂമി പ്രതിവർഷം ക്രമത്തിൽ തൊടുവാനും കാണാനും കൊള്ളരുതാത്ത വിധത്തിൽ ദുഷിച്ചു വരുന്നതിനാൽ ആദിശേഷൻ്റെ ശിരസിൽ ഭാരഭൂതയായിട്ടിരിക്കുന്നു. എപ്പോഴാണ് നമുക്ക് ഭാരം ഇല്ലാണ്ടാവുക? നമ്മുടെ കുട്ടീനെ എടുക്കുമ്പോൾ നമുക്ക് ഭാരം ഉണ്ടാവില്ല. അനുജത്തിരെ ചേച്ചിയുടെ കുട്ടി എടുക്കുമ്പോൾ ചിലർക്ക് ഭാരം ഉണ്ടാവും. ഇങ്ങനെയാണോ നടത്തി ശീലിപ്പിക്കേണ്ടതെന്നൊക്കെ ചോദിക്കും. എന്നാൽ ചേച്ചിയുടെ അനിയത്തിയോടോ കുട്ടിയോട് അല്ലെങ്കിൽ പരസ്പര സ്നേഹവും ഒക്കെ ഉണ്ടെങ്കിലോ ഈ പ്രശ്നമൊന്നും വരില്ലേനും. അപ്പോൾ ഇവിടെ ഞാൻ ഒരു ഭാരം എടുത്തിട്ടുള്ളത്. എന്താ ഭാരം? ഈ 14,000 ചില്ലാൻ ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം. പക്ഷേ എനിക്കിതൊരു എൻ്റെ പാഷനാവ കാരണം ഞാൻ ഈ 1 മണിക്കൂർ പോണത് അറിയില്ല. ഈ 1 മണിക്കൂറിന് വേണ്ടി ജീവിക്കാം. എന്താ കാരണം? ഞാൻ പഠിച്ചതാണെങ്കിലും അതിനെ റിവൈസ് ചെയ്യുമ്പോൾ എനിക്കുണ്ടാവുന്ന ആനന്ദാനുഭൂതി. അപ്പോൾ ഞാൻ ശ്രീകൃഷ്ണ കഥാമൃതം പറഞ്ഞിട്ട് വേറൊന്ന് പറയുന്നുണ്ട് വൈകുന്നേരത്ത്, അത് വേറെ. അപ്പോൾ ഇവിടെ ഈ ഭൂമി പ്രതിവർഷം ക്രമത്തിൽ തൊടുവാനും കാണാനും കൊള്ളരുതാത്ത വിധത്തിൽ ദുഷിച്ചു വരുന്നതിനാൽ ആദിശേഷൻ്റെ ശിരസിൽ ഭാരഭൂതയായിട്ടിരിക്കുന്നു. ഏതൊരു ദിക്കിലും മംഗളം കാണപ്പെടുന്നില്ല. അതാണ് സത്യം. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. ഇന്ന് ഞാൻ വാട്സപ്പ് നോക്കുമ്പോൾ അതിലൊരു ന്യൂസ് ഐറ്റം, തെക്കൻ കേരളത്തിലെ ഒരു സ്ത്രീ, ഒരു പുരുഷൻ, ഭാര്യാഭർത്താവാണ്, ലവ് മാരേജാണ്, കുട്ടികളെ പറ്റിയിട്ടൊന്നും അതിൽ പറഞ്ഞു കാണാനില്ല.
അവരെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് പോലീസ് കംപ്ലൈൻ്റ് ഉണ്ടായി. പിന്നെ അവർക്ക് മെസ്സേജ് കിട്ടി വേളാങ്കണ്ണി സ്ഥലത്ത് എവിടെ ഒരു ഹോട്ടൽ മുറിയിൽ ലോഡ്ജിൽ വിഷം കുത്തി മരിച്ചു. കാരണം പറഞ്ഞത് എന്താണ്, സാമ്പത്തിക ഭദ്രതയില്ല. അപ്പോൾ ഈ ലോകത്ത് സാമ്പത്തിക ഭദ്രത ഇല്ലാത്തവരൊക്കെ സുസൈഡ് ചെയ്യുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഈ മിശ്രവിവാഹം ചെയ്യുക കാരണം ഈ രണ്ട് കുടുംബങ്ങളും അവരെ ശ്രദ്ധിക്കാതെ കണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ഇവർ മരിച്ചതിന് ഉത്തരവാദി അവരാണ്. എന്ന് പറഞ്ഞാൽ ഈഗോ കോംപ്ലക്സാണ്. ഒരു കൂട്ടരെ മിശ്രവിവാഹം ചെയ്തു, അല്ലെങ്കിൽ ലവ് മാരേജ് ചെയ്തു. ഈഗോ എന്നോട് പറഞ്ഞില്ല, എന്നോട് പറഞ്ഞാൽ ഞാൻ നടത്തി കൊടുക്കില്ല എന്നാണ്. അപ്പോൾ ഒരാൾ മരിച്ചതിൻ്റെ ശേഷം സാമ്പത്തിക പരാധീനത, അയ്യോ എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്തേനെന്ന് പറഞ്ഞാൽ യാതൊരു അർത്ഥമില്ല. നമ്മുടെ ഡ്യൂട്ടി എന്താ? ബൗണ്ട് ആൻഡ് ഡ്യൂട്ടി, അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട ജോലി എന്താ? മറ്റുള്ളവരുടെ പോരായ്മകളിൽ അവരെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഇപ്പം ഞാനൊക്കെ ആണെങ്കിൽ അങ്ങനെ സാമ്പത്തിക ഭദ്രത ഇല്ലെങ്കിൽ മരിക്കാമെന്ന് പറഞ്ഞാൽ ഞാനൊരു 10 പ്രാവശ്യം മരിച്ചിട്ടുണ്ടാവും. 2020 വരെ. 2020 ശേഷം എനിക്ക് പ്രശ്നമില്ല. ഐ ആം അറ്റ് ഈസ്. കാരണം എന്താ? ഈശ്വരൻ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ചെയ്തു തരുന്നുണ്ട്. അപ്പോൾ ഇത് പറയാൻ കാരണം എന്താണ്? ഏതൊരു ദിക്കിലും മംഗളം കാണില്ല എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിന് വല്ലാതെ ഒരു വിഷമമുണ്ടായി. അതുകൊണ്ടാണ് ഈ കഥ പറയാൻ കാരണം. ഇനി 59-ാമത്തെ ശ്ലോകം. ന ത്വാം അഭി സുതൈ സാകം എന്നാണ്, സ അകം ക അഭി പശ്യതി സാമ്പ്രതം ഉപേക്ഷിത അനുരാഗാന്ധൈ ജർജരത്വേന സംസ്ഥിത. ഇപ്പം പറഞ്ഞ കാര്യം ഉപേക്ഷിത അനുരാഗാന്ധൈ, അനുരാഗം കൊണ്ട് ജർജരത്വേന, ജര ബാധിച്ചവരോട് നമ്മൾക്ക് ഇഷ്ടം തോന്നില്ല. അങ്ങനെയല്ല വേണ്ടത്. ന ത്വാം അഭിസുതൈ സാകം ക അഭി പശ്യതി സാമ്പ്രതം ഉപേക്ഷിതാനുരാഗാന്ധേ ജർജരത്വേന സംസ്ഥിതാം. അതിൻ്റെ വാക്കാർത്ഥം പറയുന്നുണ്ട്. എന്താ? സുതൈ സാകം, പുത്രന്മാരോടുകൂടെ. അങ്ങനെയാണ് അർത്ഥം പറയുള്ളൂ. ഏത് വാക്കിനോടാണ് പിന്നെ ആ വാക്കിൻ്റെ ക്രിയ പറയണത്, അല്ലെങ്കിൽ അതിൻ്റെ വിശേഷണം വരുന്നത്, അതങ്ങനെ. അപ്പോൾ സുതൈസാകം, സുതൈസാകം എന്ന് പറഞ്ഞാൽ പുത്രന്മാരോടുകൂടെ. ത്വാം അഭി, ത്വാമഭി എന്നാണ് പ്രിൻറ്റിങ്. അപ്പോൾ അതിന് എങ്ങനെ വായിക്കണം? ത്വാം അഭി. ത്വാം അഭി എന്ന് പറഞ്ഞാൽ നിന്നെയും അങ്ങയെയും. സാമ്പ്രതം ക അഭിന്ന പശ്യതി. സാമ്പ്രതം ക അഭിന്ന പശ്യതി. ഇപ്പോൾ ആരും നോക്കുന്നില്ല. ആരേനെ? വൈരാഗ്യം, ജ്ഞാനവൈരാഗ്യത്തിന് ആരും നോക്കണില്ല എന്ന് പറഞ്ഞാൽ ബുദ്ധിയില്ലാത്തവരാണ് എന്നർത്ഥം. കാപ്പട്യ ഭക്തി മാത്രമേ ഉള്ളൂ എന്ന് അർത്ഥം പറയണം. അപ്പോൾ പറഞ്ഞു അതെ, ആരും നോക്കുന്നില്ല. അനുരാഗാന്തേ, വിഷയാസക്തി നിമിത്തം, അന്ധത കൊണ്ട് അനുരാഗം ചെയ്യുന്നവർ. അനുരാഗാന്ധ എന്ന് പറഞ്ഞാൽ ലൗകികമായ ആസക്തി എന്നർത്ഥം പറയണം. ഭാഗവതം പഠിച്ചിട്ട് ലൗകിക ആസക്തി ഉണ്ടെങ്കിൽ പിന്നെ ഭാഗവതം പഠിച്ചിട്ട് കാര്യമില്ല. നായും പട്ടിയും ഭാഗവതം പഠിച്ചിട്ടല്ലല്ലോ ഇണ ചേരുന്നത്. അവർ വഴിയിലൊക്കെ, അമ്പലത്തിലേക്ക് പോണ വഴിയിലും തൊഴുത്തിലേക്ക് പോണ വഴിയിലും എവിടെ വേണമെങ്കിലും പിന്നെ സംയോഗം ചെയ്യും. അപ്പം മനുഷ്യനും ഇപ്പം അങ്ങനെ തുടങ്ങിയിട്ടുണ്ട്. അഭ്യസ്ത വിദ്യരെന്ന് പറയുന്ന ആൾക്കാർ കോഴിക്കോടൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ചില സ്ഥലത്ത് കീപ്പിട്ട് നോക്കിയിട്ട് നടക്കാൻ പറ്റുള്ളൂ. ലെഫ്റ്റ് സൈഡിലേക്ക് പിന്നെ റൈറ്റ് സൈഡിലേക്ക് നോക്കിയാൽ അപകടം കാണാം. കുട പിടിച്ചിരിക്കുകയാണ് ആൾക്കാർ. ആലോചിച്ച് നോക്കണം. വീട്ടിൽ സ്വാതന്ത്ര്യം ഇല്ലാത്തതുകൊണ്ടല്ലല്ലോ. അനധികൃതമാവുമ്പോൾ പാർക്കിലാണെങ്കിലും ബീച്ചിലാണെങ്കിലും ഒക്കെ കുട പിടിച്ചിട്ടാണ് യുഗമിഥുനങ്ങൾ. ഒന്നും പറയാൻ പറ്റില്ല. അടുത്തടുത്ത ആൾക്കാരാണ്. ഇവിടെ ഒരു കുടയാണെങ്കിൽ തൊട്ടടുത്ത് വേറൊരു കുടയാണ്, അതിലുണ്ടാവും 2 ആൾക്കാർ.
അതാണ് പറഞ്ഞത്. ഇപ്പം നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ. അതെ, പിന്നെ അനുരാഗം കൊണ്ട് അന്ധത വന്നവർ. അച്ഛനമ്മയും കൂടി കണ്ടറിയില്ല, ഏട്ടനനിയന്മാരെ കണ്ടറിയില്ല, നാട്ടുകാരെ കണ്ടറിയില്ല. അതിനാണല്ലോ കുട പിടിക്കണത്. ഭാഗവതം ആദ്യത്തെ അധ്യായമായിട്ടുള്ളൂ കേട്ടോ, പിന്നെ മഹാത്മ്യത്തിൻ്റെ. ഇത് പഠിച്ചിട്ടുള്ളവർ തെറ്റ് ചെയ്യുമോ? ഞാൻ പറയുന്ന കൺസെഷണൽ റേറ്റ് 8 വയസ്സ് 10 വയസ്സ് 12 വയസ്സിൽ ഇത് പഠിച്ചിട്ടുണ്ടെങ്കിൽ വീട്ടുകാരെ തോൽപ്പിച്ച് കുട പിടിച്ച് പാർക്കിലും ബീച്ചിലും പോയി ഇരിക്കില്ല. അനുരാഗാന്തൈ അത് വരില്ല. വിഷയാസക്തി നിമിത്തം അന്ധന്മാരായവർ എന്നർത്ഥമായി. പിന്നെയോ ഉപേക്ഷിക്കപ്പെട്ടവളായിട്ട്. ആരേനെ? ജ്ഞാനവൈരാഗ്യങ്ങളെ ഉപേക്ഷിക്കുന്നത് എന്തുകൊണ്ടാ? പിന്നെ വിഷയാസക്തി കാരണമാണ്. എന്തുകൊണ്ടാണ് യജ്ഞവേദി എന്നറിയാത്തത്? എന്നാൽ ഊണ് കഴിക്കുമ്പോഴോ? ഊണ് കഴിക്കുമ്പോൾ വിഷയാസക്തി ഇല്ല, ശാപ്പാട് വിശപ്പ്. ഒന്നില്ലെങ്കിൽ ഫ്രീ ആയിട്ട് കിട്ടുന്നത്, അല്ലെങ്കിൽ ഞാനാണ് ഇന്ന് അന്നദാനം സ്പോൺസർ ചെയ്തിട്ടുള്ളത് എന്നുള്ളൊരു യുഗോ. അത് ഈ വിഷയാസക്തിയിൽ വരുന്നതാണ് യുഗോ. അപ്പോൾ ജർജരത്വേന സംസ്ഥിത, ജീർണയായിരിക്കുന്നു. ജർജരത്വേന സംസ്ഥിത. അപ്പോൾ വിഷയാസക്തി നിമിത്തം അന്ധന്മാരായാൽ ജീർണയായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ സ്ത്രീ പുരുഷ ഭേദമില്ലാതെ കണ്ട് മനുഷ്യൻ ആഹാരത്തിൽ നിന്ന് സ്വീകരിക്കുന്ന എന്താണ് സൂക്ഷ്മാംശം ആണ് ചോരയാവണത്, ചോരയാണ് മജ്ജയാവണത്, മജ്ജയാണ് ഓജസ്സാവണത്, ഓജസ്സിനെയാണ് ഈ ബീജം എന്നൊക്കെ പറയാം. അതിനെ ആവശ്യത്തിലധികം ക്രമാതീതമായി ദുരുപയോഗപ്പെടുത്തിയാൽ പിന്നെ എന്തുണ്ടാവില്ല? തേജസ് ഉണ്ടാവില്ല. ഓജസ് എന്നാണ് തേജസ് ഉണ്ടാവുക. അതാണ് ഈ നമ്മൾക്ക് എന്താണ് ദുർനിമിത്തങ്ങൾ ഉണ്ടാക്കണത്, വിഷയാസക്തി. അപ്പം ഇനി അതിൻ്റെ എന്താണ് പറയുക, ഭാവാർത്ഥം പറയാം. ഇപ്പോൾ ഭക്തിയായ നിന്നെയും പുത്രന്മാരായ ജ്ഞാനവൈരാഗ്യങ്ങളെയും ആരും തിരിഞ്ഞുകൂടെ നോക്കുന്നില്ല എന്നാണ്. ആരുടെ അഭിപ്രായത്തിൽ? നാരദയുടെ അഭിപ്രായത്തിൽ. അതുകൂടി ആചാര്യന്മാർ എന്ത് ചെയ്യണില്ല? സ്റ്റേജിൽ പറയണില്ല. നാരദർ പറഞ്ഞത് പറയണ്ടേ? ഇങ്ങനെ നാരദർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളെ ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളായിരിക്കണം അവരെ പോഷിപ്പിക്കണം എന്ന് എന്തുകൊണ്ട് പ്രൊഫഷണൽ ആചാര്യന്മാർ പറയണില്ല? പറഞ്ഞാൽ സാധാരണക്കാരൻ്റെ നീരസത്തിന് പാത്രീഭൂതരാവും. അവർക്ക് പിന്നെ വിളി വരില്ല സപ്താഹാചാര്യനായിട്ട്. അപ്പോൾ അത് തന്നെ വരുമാനമാർഗമായിട്ട് വിചാരിച്ചവർക്ക് പിന്നെ ബുദ്ധിമുട്ടായി. അവിടെയാണ്. അതറിഞ്ഞിട്ടാണ് എൻ്റെ ഗുരുനാഥൻ എന്നോട് പ്രൊഫഷണലായിട്ട് പോകണ്ടെന്ന് പറയാൻ കാരണം. അതുകൊണ്ടാണ് ഞാൻ റൈച്വൽസ് വെറും വഴിപാടായിട്ട് തീർന്നിട്ടുള്ള ഇതേ പരിപാടിക്ക് പോയിട്ട് ഞാൻ എന്തിനാ പാപകർമ്മം ചെയ്യുന്നത്? അപ്പോൾ ഇവിടെ പറയണു, ഇപ്പോൾ ഭക്തിയായി നിന്നെയും പുത്രന്മാരായ ജ്ഞാനവൈരാഗ്യങ്ങളെയും ആരും തിരിഞ്ഞുകൂടെ നോക്കുന്നില്ല. വിഷയസുഖാശ നിമിത്തം വിവേകഹീനന്മാരായ നമ്മൾക്കൊക്കെ വിവേകമുണ്ട്. പക്ഷെ വിവേകത്തിന് ഊനം തട്ടുന്നത് എപ്പോഴാണ്? നമ്മൾ വിഷയാസക്തി നിമിത്തം ജീവിക്കുകയാണെങ്കിൽ. അപ്പോൾ പറഞ്ഞു, വിഷയസുഖാശ നിമിത്തം വിവേകഹീനന്മാരായ ആളുകൾ നിന്നെ ഉപേക്ഷിച്ചതുകൊണ്ട് നീ വൃദ്ധയായവളെന്ന പോലെ ഇരിക്കുന്നു. ശരിക്കും ഭക്തിക്ക് വൃദ്ധാവസ്ഥ വരില്ല. അത് വരാൻ കാരണം ജ്ഞാനവൈരാഗ്യങ്ങൾക്ക് നടക്കാൻ വയ്യാതെ കണ്ടായി. അപ്പോൾ അത് ആലോചിച്ച് യുവത്വം വിട്ടിട്ട് പിന്നെ വാർദ്ധക്യത്തിന് സ്വീകരിച്ച പോലെയായി എന്നായി. അപ്പോൾ ഇവിടെ ഒരു ഡിസ്ക്രിപ്ഷൻ നമ്മൾ അറിയണം. എന്താ? സുധാഭ്യാം സാഗം എന്ന് വേണ്ടതിന് പകരം സുതൈ എന്ന ബഹുവചന പ്രയോഗം ഛന്ദസ്സിനെ അനുസരിപ്പാൻ വേണ്ടിയിട്ടാണെന്ന് ധരിക്കണം. 2 പുത്രന്മാരെന്ന് മുകളിൽ പറഞ്ഞിരിക്കെ ഇവിടെ പുത്രന്മാരെന്ന് ബഹുവചന പ്രയോഗത്തിന് കാരണമില്ലാത്തത് കൊണ്ട് ഛന്ദോഭംഗാഗിരം ത്യജേത്. മാഷം എന്ന വാക്കിന് പകരം മഷം എന്നുപയോഗിച്ചാൽ കൂടെ വിരോധമില്ല.
ഛന്തോഭംഗം അത് ഛന്തോഭംഗം എന്ന് പറഞ്ഞാൽ മീറ്റർ, പ്രാസം, അല്ലെങ്കിൽ എന്താണ് പറയുക, പിന്നെ മീറ്റർ എന്ന് തന്നെ പറയാം, അളവ് പോലെ. ഇത് ഏത് രീതിയിലാണ് അല്ലേ? പിന്നെ ഈ മലയാളം കവിത ഒക്കെ എഴുതുമ്പോൾ അതിന് ഇന്ന രീതിയാണ് അല്ലെങ്കിൽ ഇന്ന മീറ്റർ ആണെന്ന് പറയണം. അത് ഈ നാരായണീയത്തിൽ എഴുതിയിട്ടുണ്ട്, ഓരോ അധ്യായത്തിലും ഇത് ഇന്ന മീറ്ററിലാണ് ചെല്ലേണ്ടത് എന്ന്. അതൊന്നും ഇപ്പോൾ ആർക്കും അറിയില്ല. എന്നാൽ ഇപ്പോഴത്തെ പുതു കവിതയിലെ മീറ്റർ ഉണ്ടോ ചോദിച്ചാൽ ഭൂഭൂരിപക്ഷത്തിനും ഇല്ല. എവിടേക്കാ വെച്ചാൽ ഹൈഫൺ ഇടാം, കോമ ഇടാം, കുത്തിടാം, അങ്ങനെയാണ്. അപ്പോൾ ഇവിടെ അഭിമാഷം മഷം കുരിയാൽ ഛന്തോഭംഗാങ്കിരം ത്യജേത്. മാഷം എന്ന വാക്കിന് പകരം മഷം എന്ന് ഉപയോഗിച്ചാൽ കൂടി വിരോധമില്ല എന്നാണ് പറഞ്ഞത്. ഛന്തോഭംഗം വരാവുന്ന വാക്കുകളെ ഉപയോഗിക്കാതിരിക്കണം എന്നാണ് സാഹിത്യകാരന്മാരുടെ അഭിപ്രായം. അത് സാരമില്ല, അത് വല്ലപ്പം നമുക്ക് വലിയ കാര്യമൊന്നുമില്ല. അത് കഴിഞ്ഞാൽ അടുത്ത ശ്ലോകം വരുന്നത് 60. എനിക്കറിയാം നിങ്ങൾക്ക് ചിലപ്പോൾ ബോറടിക്കുന്നുണ്ട് എന്നുള്ളത്. ബോറടിച്ചാൽ അടിച്ചോട്ടെ, സാരമില്ല, ഞാൻ പറഞ്ഞു പോവാം, കാരണം ഇത് കഴിയും വേണ്ടേ. 60ാമത്തെ ശ്ലോകം എന്താ പറഞ്ഞത്? വൃന്ദാവനസ്യ സംയോഗാത് പുനസ്ത്വം തരുണീനവാ ധന്യം വൃന്ദാവനം തേന ഭക്തിർ നൃത്യതി യത്ര ജാ. എന്താ വൃന്ദാവനത്തിൻ്റെ സൗകുമാര്യം? അവിടെ ധാരാളം തുളസിയുണ്ട്. തുളസിയുടെ പര്യായമാണ് വൃന്ദ. വൃന്ദ എന്ന് പറഞ്ഞാൽ വൃന്ദാവനം, തുളസിയുള്ള സ്ഥലം എന്നർത്ഥം. ഹരി, ശ്രീഹരിക്ക് ഇഷ്ടമുള്ളതാണ് തുളസി. അപ്പോൾ തുളസിയുള്ള സ്ഥലത്ത് ഹരി വസിക്കണമെന്ന് പറയണം. അപ്പോൾ പറഞ്ഞു വൃന്ദാവനസ്യ സംയോഗാത് പുനസ്തം തരുണീനവാ ധന്യം വൃന്ദാവനം തേന ഭക്തിർ നൃത്യതി യത്ര ജ. ഭക്തി നൃത്തം ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ വൃന്ദാവനസ്യ എന്ന് പറഞ്ഞാൽ വൃന്ദാവനത്തിൻ്റെ സംയോഗാത് ചേർച്ച ഹേതുവായിട്ട് ത്വം പുനഃ നവാ തരുണീജാത, നീ വീണ്ടും നൂതന യുവതിയായി തീരുന്നതാണ്. പ്രമോഷമുണ്ടോ? ത്വം, അങ്ങ്, പുനഃ വീണ്ടും, നവാ തരുണി പുതിയ തരുണിയായി ജാത, നീ വീണ്ടും നൂതന യുവതിയായി തീർന്നു. കാരണം നീ ഈ ഭക്തിയുടെ പര്യായമായിട്ടുള്ള ഭാഗവത കഥ സ്വീകരിക്കാൻ നീ തയ്യാറാവുകയാണ്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ തേന, അതിനാൽ വൃന്ദാവനം ധന്യം, വൃന്ദാവനം ധന്യമാകുന്നു. എത്ര, യാതൊന്നിൽ ഭക്തി നൃത്യതി, എവിടെയാണ് ഭക്തി നൃത്തം ചെയ്യണത് ആ സ്ഥലമൊക്കെ മേന്മയുള്ളതാണ് എന്ന് വാക്കാർത്ഥം പറഞ്ഞു. ഇനി അതിൻ്റെ ഭാവാർത്ഥം പറഞ്ഞോ? വൃന്ദാവന സഹവാസം നിമിത്തം. വൃന്ദാവനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? എൻ്റെ വീടിൻ്റെ പേര് വൃന്ദാവനാണ്. അപ്പോൾ വൃന്ദാവന സഹവാസം നിമിത്തം തുളസിയുമായി ദൈനംദിന പരിചരണത്തിൽ വന്നാൽ അമ്പലത്തിൽ പോവുക, പ്രസാദം വാങ്ങുക, അത് ഘ്രാണിക്കുക, മണക്കുക, എന്നിട്ട് കണ്ണ് അല്ല ഒപ്പുക, ചെവിയിൽ വയ്ക്കുക. കാരണം ചെവി സയൻസ് പ്രകാരം വളരെയധികം എന്താണെന്നാ പറയുക, സെൻസിറ്റീവാണ്. അതാണ് ചെവിക്ക് പിടിച്ച് തിരിച്ചാൽ മക്കൾ നന്നായിട്ട് പഠിക്കും. ചെവി പിടിച്ച് തിരിക്കണം, കുറച്ച് വേദനിക്കണം. അല്ലെങ്കിലും രക്തപ്രസാദത്തിന് ചെവി ഇങ്ങനെ പിടിച്ച് വിടുക, രക്തപ്രസാദം മുഖത്തിന്. അതേമാതിരി ഈ ചെവിയുടെ കുഴിയുണ്ട്, ഇവിടെ 2 ഭാഗം ഇങ്ങനെ തടവുക. മരിക്കുമ്പോൾ ഈ ചെവിയുടെ പിന്നിലുള്ള ഞരമ്പ് പടയ്ക്കാൻ തുടങ്ങും. അതൊക്കെ ശാസ്ത്രമാണ്. എന്നാൽ നിങ്ങളുടെ ഉറക്കം ഉണർത്താൻ എൻ്റെ ഒരു വിദ്യയുണ്ട്. നിങ്ങളുടെ വീട്ടിൽ ഫ്ലാസ്ക് ഉണ്ടാവും. ഫ്ലാസ്ക് ശരിക്കും വർക്ക് ചെയ്യണതാണോ അല്ലേ എന്ന് എങ്ങനെ നോക്കുക? അതിൻ്റെ അടപ്പ് ഊരി ചെവിയിൽ വെച്ചാൽ ഭൂന്ന് പറഞ്ഞിട്ടൊരു മൂളക്കം കേൾക്കും. അത് അപ്പം മനസ്സിലാക്കാം ഫ്ലാസ്ക് ശരിക്കും ഗ്ലാസ് വർക്കാണ്. അതിന് ഒരു നോസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള എയറിനെ പുറത്തേക്ക് തള്ളിയിട്ട് എയർ ഇല്ലാത്തത് കാരണമാണ് ചൂടും തണുപ്പും നശിക്കാതെണ്ടിരിക്കുന്നത്. ഇതൊക്കെ ശ്രദ്ധിക്കണം. എന്നാൽ
ഒരാൾക്ക് മരണം സംഭവിക്കുന്നതിൻ്റെ കുറച്ച് ദിവസം മുൾക്ക് ഒരു ഗ്ലാസ്, ഇപ്പോൾ ഫ്ലാസ്ക് വേണ്ട, ഗ്ലാസ് ചെവിയിൽ വെച്ചാൽ തന്നെ ഇത് ശബ്ദം കേൾക്കും. എപ്പോൾ ഈ ശബ്ദം ഈ മൂളിൽ കേൾക്കാണ്ടേ തുടങ്ങി അപ്പം മരിക്കാൻ നമ്മൾ മരിക്കാറായി എന്ന്. പിന്നെ അത് വിചാരിച്ചിട്ട് നിങ്ങൾ വീട്ടിൽ പോയിട്ട് ഇത് പരീക്ഷിക്കണമെന്നില്ല. ഞാനിതിൻ്റെ ശാസ്ത്രീയ വശം പറഞ്ഞു എന്ന് മാത്രം. ഈ കേൾക്കുന്ന ശബ്ദം നമ്മുടെ ഉള്ളിലുള്ള ഓങ്കാരമാണ്. നമ്മൾ ഈ കൈ പിടിച്ചിട്ട് ഡോക്ടർമാരെന്താ നോക്കണത്, ഒരു മിനിറ്റിൽ എത്ര പൾസ് അടിക്കുന്നുണ്ട്, ഹൃദയത്തിൻ്റെ അടി എത്രത്തോളമുണ്ട്, അതിനനുസരിച്ചിട്ടാണ് ലോ ബി പി ഹൈ ബി പി എന്നൊക്കെ പറയണത്. അപ്പോൾ ഇതൊരു ശാരീരിക ശാസ്ത്രമാണ്. അത് ഒരു തള്ളലല്ല. അല്ലെങ്കിൽ ഈ 18-ാം നൂറ്റാണ്ടിലത്തെ 15-ാം നൂറ്റാണ്ടിലത്തെ സബ്ജക്റ്റ് അല്ല പുരാണങ്ങൾ. എത്രത്തോളം പറയണോ അത് അത്രത്തോളം പുതുമയുള്ളതായിട്ട് തോന്നും നമുക്ക്. പുതിയ പുതിയ പ്രായോഗിക ശാസ്ത്രങ്ങൾ അറിവ് കൂടും നമ്മൾക്ക്. അപ്പോൾ വൃന്ദാവന സഹവാസ നിമിത്തം നിനക്ക് രണ്ടാമതും പുതിയ യൗവനം ലഭിച്ചിരിക്കുന്നു. അതാണ് വൃന്ദാവനത്തിലേക്ക് വന്നപ്പോൾ. അതുകൊണ്ട് വൃന്ദാവനം എത്രയും ശ്രേഷ്ഠമാകുന്നു, അവിടെ ഭക്തി നർത്തനം ചെയ്യണം. ഭക്തി നർത്തനം ചെയ്യുന്ന സ്ഥലമാണ് ഏത്? വൃന്ദാവനം. അത് കഴിഞ്ഞു. അപ്പോൾ ഇവിടെ നമ്മൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് വേറൊരു ഡിസ്ക്രിപ്ഷൻ പറയണു. എന്താ ഒരു ശ്ലോകം? സ്വർഗപാദാത് ഗുരു സത്യം സത്യാദപി ഗുരുതരം തു വൈകുണ്ഠം വൈകുണ്ഠാദപി ഗുരുതരം അവനോ ധന്യം വൃന്ദാവനം മന്യേ. എന്താ അതിനർത്ഥം? സ്വർഗസ്ഥാനത്തേക്കാൾ സത്യലോകം ശ്രേഷ്ഠം. ശ്രദ്ധിക്കുക, സ്വർഗസ്ഥാനത്തേക്കാൾ സത്യലോകം, സത്യലോകം എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവിൻ്റെ സ്ഥലം, ശ്രേഷ്ഠം. സത്യലോകത്തേക്കാൾ വൈകുണ്ഠം ശ്രേഷ്ഠം. വിഘടിച്ച് നിൽക്കുന്ന പഞ്ചഭൂതങ്ങളെ ഒരുക്കിയിട്ടുള്ള നമ്മുടെ മനസ്സിലുള്ള ചൈതന്യത്തിനെ അറിഞ്ഞാൽ വൈകുണ്ഠം ശ്രേഷ്ഠമായി. അല്ലാണ്ട് ആകാശത്തൊരു വൈകുണ്ഠം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്താ കാര്യം? കയ്യിലുള്ളതിനെ പിടിച്ച് പറക്കാനുള്ളതിനെ പിടിക്കാൻ നിൽക്കണോ? വേണ്ട. അപ്പോൾ സത്യലോകത്തേക്കാൾ വൈകുണ്ഠം ശ്രേഷ്ഠം. വൈകുണ്ഠത്തേക്കാൾ ഭൂമിയിലുള്ള വൃന്ദാവനം ശ്രേഷ്ഠമെന്ന് ഞാൻ വിചാരിക്കുന്നുവെന്ന പദ്യം വൃന്ദാവനത്തിൻ്റെ സർവോത്കൃഷ്ടതയെ പ്രകാശിപ്പിക്കുകയാണ്. ഏറ്റവും കമനീയമായിട്ടുള്ള സ്ഥലമാണ്, അവശ്യം പോയി കാണേണ്ടതാണ് എന്നറിയണം. ഏതൊരു ദിക്കിൽ ഭക്തി ലീല ചെയ്യുന്നുവോ ആ സ്ഥാനം ശ്രേഷ്ഠമെന്ന് സാരം. അപ്പോൾ നമ്മുടെ വീട്ടിൽ നാമം ചെല്ലണം. അപ്പോൾ വീട് ഐശ്വര്യവത്തായിട്ട് തീരും. അപ്പോൾ എല്ലാ വീട്ടിലും ചില നെഗറ്റീവ് എനർജി ഉണ്ടാവും. ആ എനർജീനെ പടി കടത്തി പിണ്ണം വയ്ക്കാൻ എങ്ങനെ സാധിക്കുക? 2 നേരം വിളക്ക് വയ്ക്കുക. വിളക്ക് നമ്മുടെ ജീവാത്മാവാണെന്നുള്ള സങ്കല്പം കൊണ്ട് അതിനെ പൂജിച്ച് സ്വസ്തി മന്ത്രം ചൊല്ലണം. സ്വസ്തി പ്രജാഭ്യാം പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷാഹ. അങ്ങനെ. അപ്പോൾ പറഞ്ഞു ഭൂമിയിലുള്ള വൃന്ദാവനം ശ്രേഷ്ഠമെന്ന് വൈകുണ്ഠത്തേക്കാൾ ശ്രേഷ്ഠമാണെന്ന് വിചാരിക്കുന്നുവെന്ന പദ്യം വൃന്ദാവനത്തിൻ്റെ സർവോത്കൃഷ്ടതയെ പ്രകാശിപ്പിക്കുന്നു. ഏതൊരു ദിക്കിൽ ഭക്തി ലീല ചെയ്യുന്നുവോ ആ സ്ഥാനം ശ്രേഷ്ഠമെന്ന് സാരം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ശ്ലോകം നമ്പർ 61 എന്താ? അത്രേമോ ഗ്രാഹകാഭാവാന്ന ജരാമഭിമുഞ്ചത കിഞ്ചിത് ആത്മസുഖേന ഇഹ പ്രസുപ്തിർ മന്യതേ അനയോ. അനയോ എന്നാണ് വരിക. അത്രേമോ ഗ്രാഹക അഭാവന്ന ജരാമഭിമുഞ്ചത കശ്ചിദാത്മസുഖേന ഇഹ പ്രസുപ്തിർ മന്യതേ അനയോ. അപ്പോൾ അവിടെ അർത്ഥം പറഞ്ഞിട്ടുണ്ട്, വാക്കർത്ഥം പറഞ്ഞിട്ടുണ്ട്. അത്ര എന്ന് പറഞ്ഞാൽ ഇവിടെയും ഗ്രാഹകാഭാവാത് സ്വീകരിപ്പാൻ ആളില്ലാത്ത ഹേതുവായിട്ട്. അവിടെ ഗ്രഹിക്കുക, ഗ്രാഹക അഭാവാന്ന, അതിന് ഗ്രഹിക്കാനുള്ള അഭാവം
അവിടെ ഗ്രാഹക അഭാവം എന്ന് പറഞ്ഞാൽ ഗ്രഹിക്കാൻ, ഒരാളൊരു കാര്യം പറയണത് ഗ്രഹിക്കാൻ സാധിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? സമയം വെറുതെ പോയി. അതുകൊണ്ടാണ് അത്രേമോ ഗ്രാഹകാഭാവാന്ന ജരാമഭിമുഞ്ചത കിഞ്ചിത് ആത്മസുഖേന ഇഹ പ്രസുപ്തിർ മന്യതേ അനയോ. അപ്പോൾ ഗ്രാഹകാഭാവാത് സ്വീകരിപ്പാൻ ആളില്ലാത്തത് ഹേതുവായിട്ട് ഇവർ രണ്ടുപേരും ആരെ? ജ്ഞാനവൈരാഗ്യങ്ങൾ ജരയെയും മുഞ്ചത വിടുന്നില്ല. അനയോ ഇവർ രണ്ടുപേര്, അനയോ എന്ന് പറഞ്ഞാൽ ഇവർ രണ്ടുപേരൊക്കെ ഇവിടെ കിഞ്ചിൽ ആത്മസുഖേന അല്പം ആത്മസുഖമുള്ളത് കൊണ്ട് പ്രസുപ്തി മന്യതേ സുഖനിദ്ര കിട്ടിയിരിക്കുന്നുവെന്ന് വിചാരിക്കുന്നു. സുഖനിദ്ര കിട്ടിയിരിക്കണമെന്ന് വിചാരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥം, ഈ വൃന്ദാവനത്തിലും ഭവതിയുടെ പുത്രന്മാരായ ജ്ഞാനവൈരാഗ്യങ്ങളെ ആഗ്രഹിക്കുന്നവരില്ലാത്തത് കൊണ്ട് എവിടെ ഇപ്പോൾ ഭക്തി ഉണ്ടാവും? ജ്ഞാനവൈരാഗ്യങ്ങളില്ലെങ്കിൽ അത് ഓട്ടപാത്രത്തിൽ വെള്ളം ഒഴിച്ച കൂട്ടത്തിലാണ്. അറിവും ബോധവും തന്നെ അരുളേണമേ, തന്നെ അനുഗ്രഹിക്കണമേ നാരായണ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവരുടെ ജര നശിച്ചിട്ടില്ല. എന്നാൽ അവിടെ എത്തിയപ്പോൾ ഇവർ രണ്ടുപേർക്കും അല്പം മാത്രം ആത്മസുഖം ലഭിച്ചതിനാൽ സുഖനിദ്രയുണ്ടായിരിക്കുന്നു. ആത്മസുഖം ഉണ്ടാവാൻ ഒരു പ്രധാന വഴി എന്താ? നന്നായിട്ട് ഉറങ്ങുക. മനസ്സിലായില്ലേ? അവിടെ നിർത്താം. അപ്പോൾ ഇനി നമ്മൾക്ക് പറയേണ്ടത് 62ാമത്തെ എപ്പിസോഡാണ്. 62ാമത്തെ പദ്യമാണ്. അത് നമുക്ക് അടുത്ത പ്രാവശ്യം പറയാം. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. നാളെ കാണാം.